പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കറിയാം നിങ്ങളിൽ പല ആളുകളും ഈ വർഷത്തെ നെറ്റ് എക്സാം എഴുതാൻ വേണ്ടി CSIR നെറ്റ് എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് 2017 CSIR നെറ്റ് എക്സാമിലെ പാർട്ട് സിയിലെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പാർട്ട് സി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൾസോ ദ ക്വസ്റ്റ്യൻ ഈസ് റിഗാർഡിംഗ് DNA replication. നമ്മൾ CSIR-ന്റെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഏകദേശം 99% ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് DNA replicationൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ DNA replication it is an important topic and also need students you can also watch this video because molecular base of inheritance NEET എക്സാമിൻ്റെ സിലബസിലെ molecular base of inheritance നമുക്ക് ഈ ഒരു DNA replication പഠിക്കാനുണ്ട്. നമ്മൾ ഈ നെറ്റ് എക്സാമിൻ്റെ സിലബസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് ഈസ് വെരി വൈഡ് ആൻഡ് വാസ്റ്റ്. നമുക്കൊരിക്കലും ഈ സിലബസിലെ കംപ്ലീറ്റ് ടോപ്പിക്കും പഠിച്ച് എക്സാം എഴുതാൻ പോകുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നമുക്ക് എങ്ങനെ ഈ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും? അതിന് ഏറ്റവും ബെറ്റർ ഐഡിയ എന്ന് പറയുന്നത് മുൻ വർഷങ്ങളിലെ CSIR-ന്റെ നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട തിയറി എല്ലാം പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട തിയറി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നെറ്റ് JRF-ഓട് കൂടി ക്ലിയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ദിസ് ഈസ് ഹൗ ഐ പ്രിപ്പയർഡ് ആൻഡ് ഐ ക്രാക്ക് CSIR നെറ്റ് വിത്ത് JRF. നമുക്ക് അങ്ങനെ ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സിലൊന്നും പോകേണ്ട ഒരാവശ്യമല്ല. സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഈസിയായി നെറ്റ് JRF-ഓട് കൂടി നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് മുൻ വർഷങ്ങളിലെ CSIR-ന്റെ പാർട്ട് സിയിൽ ചോദിച്ച ഓരോ ക്വസ്റ്റ്യനും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോയിൽ ആ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട അത്യാവശ്യം എല്ലാ തിയറിയും ഉൾക്കൊള്ളിച്ച് നമുക്ക് എങ്ങനെ അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നൊരു വിശദീകരണമായിരിക്കും നമുക്കതിൽ കാണാൻ പറ്റുക. അതോടൊപ്പം നീറ്റ് എക്സാമിനും നെറ്റ് എക്സാമിനും കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്. ഈ ടോപ്പിക്സിൻ്റെ എല്ലാ ലെക്ചർ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യും. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദി ബെൽ ഐക്കൺ ടു ഗെറ്റ് മൈ അപ്കമിംഗ് വീഡിയോസ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റായി ക്വസ്റ്റ്യനിലേക്ക് വരാം. ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ചോദിച്ചിരിക്കുന്നത് CSIR UGC നെറ്റ് 2017 ഡിസംബറിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഈക്വലായി though DNA polymerase 1 plays an essential role in the replication process, it is not the major polymerase. Instead, the enzyme responsible for advancement of replication fork is polymerase 3. From the 4 DNA structures A, B, C and D given below, students made several interpretations about shorter arm being extended by polymerase 1 and or polymerase 3. Okay, then അതിനുശേഷം നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് A, B, C, D. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് DNA പോളിമറൈസേഷൻ നടത്തുന്ന ഒരു ടെംപ്ലേറ്റ് സ്റ്റാൻഡും ഒരു ഷോർട്ട് സ്റ്റാൻഡും. ഈ ഷോർട്ട് സ്റ്റാൻഡിനെയാണ് നമുക്ക് പോളിമറൈസ് ചെയ്യേണ്ടത്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വിച്ച് ഓഫ് ദി ഇൻ്റർപ്രിട്ടേഷൻ റിട്ടൺ ബിലോ ഈസ് കറക്റ്റ്. അതിന് താഴെ ഓപ്ഷൻസ് ഉണ്ട്. A will be extended by polymerase 3 but not by polymerase 1. ഓപ്ഷൻസ് 1, 2, 3, 4. നമുക്ക് ആ ഓപ്ഷൻസിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ആളുകളും ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. ഓക്കെ, ഇതിൽ നിന്ന് പിന്നെയും അടുത്ത 2 സെക്ഷൻ ഉണ്ട്. ആദ്യം ABCD കൊടുത്തിരിക്കുന്നു, പിന്നെ അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള കോമ്പിനേഷൻസ് നമുക്ക് സെലക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ മെജോറിറ്റിയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ആക്ച്വലി ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകേണ്ട യാതൊരു ആവശ്യമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ ഇതിന് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാനും നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കും. അത് ഞാൻ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. ഫസ്റ്റ് യു ഷുഡ് നോ വാട്ട് ഈസ് DNA. നമുക്കെല്ലാം അറിയാം DNA എന്ന് പറയുമ്പോൾ അതൊരു പോളിമറാണ്. പോളിമർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ നമ്പർ ഓഫ് മോണോമേഴ്സ്. എന്തായിരിക്കും DNA-യുടെ മോണോമർ? നോ ഡൗട്ട് DNA ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ്സ് ആണ് DNA എന്ന് പറയുന്ന ഈ പോളിമറിൻ്റെ മോണോമേഴ്സ്. ദെൻ വാട്ട് ആർ ദി 4 ഡിഫറെൻറ്റ് ന്യൂക്ലിയോടൈഡ്സ്? അതും എല്ലാവർക്കും അറിയാം. അഡിനിലിക് ആസിഡ്, ഗ്വാനിലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ്, തൈമിഡിലിക് ആസിഡ്. ഈ 4 ന്യൂക്ലിയോടൈഡ്സ് ആണ് DNA-യിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 ന്യൂക്ലിയോ A, T, G, C, T, A, C ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ്. ഓൾ ദീസ് ന്യൂക്ലിയോടൈഡ്സ് ആർ ബോണ്ടഡ് ത്രൂ ഫോസ്ഫോഡയസ്റ്റർ ലിങ്കേജ് ടു ഫോം എ DNA സ്ട്രാൻഡ്. ആക്ച്വലി ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടായിരിക്കും. ഈ ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഒരു DNA എന്ന് പറയുന്ന പോളിമർ കിട്ടുന്നത്. ഓക്കെ, അതോടൊപ്പം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ദിസ് DNA വിൽ ബി ഹാവിങ്
എ 5' എൻഡ് ആൻഡ് ഓൾസോ എ 3' എൻഡ്. നമുക്ക് ഈ 5' എൻഡും 3' എൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെങ്ങനെ പറയുന്നത്? അപ്പോൾ ആക്ച്വലി ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് അഡിനിലിക് ആസിഡാണ്. ഈ അഡിനിലിക് ആസിഡിനെ ഒന്ന് എൻലാർജ് ചെയ്യാം. അതിൻ്റെ കമ്പോണൻസ് ഇതൊരു നിങ്ങൾക്കറിയാം, അഡിനിലിക് ആസിഡ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോടൈഡ് അല്ലേ? അഡിനിലിക് ആസിഡ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായി 3 പോർഷൻസ് ഉണ്ടായിരിക്കും. എ ന്യൂക്ലിയോടൈഡ് ഈസ് ഹാവിങ് 3 പോർഷൻസ്. അതിൻ്റെ DNA ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് DNA വേണ്ടി വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ന്യൂക്ലിയോടൈഡിന് പ്രധാനമായിട്ട് 3 കമ്പണൻസ് ഉണ്ട്. ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ടായിരിക്കും. നമുക്ക് ഇതിനെ പെൻറ്റോസ് ഷുഗറായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിന് 1, 2, 3, 4, 5 കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ദിസ് ന്യൂക്ലിയോടൈഡ് ഈസ് ഓൾസോ ഹാവിങ് എ നൈട്രോജീനസ് ബേസ്. ഇവിടെ നമുക്കറിയാം അഡിനിലിക് ആസിഡ് എന്ന് പറയുന്നത് അല്ലേ? അഡിനിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ദിസ് പെൻറ്റോസ് ഷുഗർ ഈസ് ലിങ്ക്ഡ് ടു അഡിനിൻ. അഡിനിൻ എന്ന് പറയുന്ന നൈട്രോജൻ ബേസിലേക്കായിരിക്കും ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദർ ഈസ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ദിസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈസ് ലിങ്ക്ഡ് ടു ദി 5th കാർബൺ ആറ്റം. ഈ 3 പോർഷൻസ്, അതായത് പെൻറ്റോസ് ഷുഗർ, നൈട്രോജീനസ് ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഓൾ ദീസ് 3 ടുഗദർ കൺസ്റ്റിറ്റ്യൂട്ട് എ ന്യൂക്ലിയോ. നമ്മൾ ഇതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡിൻ്റെ ഒരു എക്സാമ്പിളാണ് അഡിനിലിക് ആസിഡ്. അപ്പോൾ നമുക്ക് അഡിനിൻ നൈട്രോജീനസ് ബേസ് ആയിട്ട് വരുന്ന ഈ ന്യൂക്ലിയോടൈഡിൻ്റെ പേരാണ് അഡിനിലിക് ആസിഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ അഡിനിലിക് ആസിഡിൻ്റെ ലെഫ്റ്റ് എൻഡിൽ കാണുന്ന കാർബൺ ആറ്റം ഏതായിരിക്കും? ഈ ലെഫ്റ്റ് എൻഡിൽ കാണുന്ന കാർബൺ ആറ്റം അത് 5th കാർബൺ ആറ്റമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു എൻഡിനെ 5' എൻഡ് എന്ന് വിളിക്കുന്നു. അതേപോലെ ഇനി നമുക്ക് ഈ സൈറ്റിഡിലിക് ആസിഡ്, ഈ റൈറ്റ് എൻഡിൽ കാണുന്ന 3' എൻഡ് എന്ന് അനലൈസ് ചെയ്യാം. ഈ 3' എൻഡ് എന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ദിസ് ഈസ് സൈറ്റിഡിലിക് ആസിഡ്. അതിനും 3 കമ്പണൻസ് ഉണ്ട്. അതിനും ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ടായിരിക്കും, നൈട്രോജീനസ് ബേസ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ദിസ് ന്യൂക്ലിയോടൈഡ് ഈസ് സെറ്റ് ടു ബി സൈറ്റിഡിലിക് ആസിഡ്. നമ്മൾ ഈ ഒരു സൈറ്റിഡിലിക് ആസിഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഈ റൈറ്റ് എൻഡിൽ കാണുന്ന കാർബൺ ആറ്റം നമുക്കത് 3' കാർബൺ ആറ്റമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ എൻഡിനെ വിളിക്കുന്ന പേരാണ് 3' എൻഡ്. ദിസ് എൻഡ് ഈസ് സെറ്റ് ടു ബി 3' എൻഡ്. ഓൾവേസ് ദിസ് 3' എൻഡ് വിൽ ബി ഹാവിങ് എ ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. So don't forget this 5' end, as I told you earlier, this 5' end is having a phosphate group. Also this 3' end will be having a hydroxyl group. So if you observe any DNA strand, if this is a 5' end will be always having a phosphate group. Means actually it is a phosphoric acid group. If this is a 3' end, this 3' end will be always having hydroxyl group. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് 5' എൻഡിലായിരിക്കും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണുന്നത്, PO4 ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണുന്നത്. അതോടൊപ്പം തന്നെ 3' എൻഡിലായിരിക്കും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങൾക്ക് മെജോറിറ്റി എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. നമുക്ക് ഈ ഒരു പോയിന്റ് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് അതിലേക്ക് വരാം. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് അറിയണം. അതിനുശേഷം നമുക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസിലേക്ക് പോകാം. ഇനി രണ്ടാമത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, സപ്പോസ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്ട്രാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനിവിടെ ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. ഇതിനെ 3' എൻഡായിട്ട് എഴുതുന്നു. ഈ ഒരു എൻഡിനെ നമുക്ക് 5' എൻഡായിട്ട് എഴുതാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു DNA സ്ട്രാൻഡ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ DNA സ്ട്രാൻഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ദിസ് DNA സ്ട്രാൻഡ് ഓർ എനി DNA സ്ട്രാൻഡ് can act as a template. It can act as a template for the synthesis of a new strand. നമുക്ക് ഈ ഒരു DNA സ്ട്രാൻഡ് യൂസ് ചെയ്ത് പുതിയൊരു DNA സ്ട്രാൻഡ് നമുക്ക് സിന്തസൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഈ സ്ട്രാൻഡ് നമ്മുടെ കയ്യിലുള്ളത് 3' to 5' ആണ്. അപ്പോൾ പുതുതായിട്ട് ഫോം ചെയ്യുന്ന സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഡബിൾ സ്റ്റാൻഡ് DNA എപ്പോഴും ആൻറ്റി പാരലായിരിക്കും. മീൻസ് ഇതിൻ്റെ പൊളാരിറ്റി 3' to 5' ആണെങ്കിൽ ദിസ് വിൽ ബി ഹാവിങ് 5' 3'. അപ്പോൾ പുതിയൊരു DNA സ്ട്രാൻഡ് നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡ് DNA യൂസ് ചെയ്ത് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു DNA മോളിക്യൂൾ ഫോം ചെയ്യണമെങ്കിൽ ദിസ് പ്രോസസ് റിക്വയേഴ്സ് ആൻ എൻസൈം. നമുക്കിതിനൊരു എൻസൈമായിട്ട് എടുക്കാം. ഈ മെയിൻ എൻസൈമിൻ്റെ പേരാണ് DNA പോളിമറേസ് എൻസൈം. This main enzyme is said to be DNA polymerase enzyme.
So DNA polymerase is responsible for making a new DNA strand. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് DNA polymerase. Actually, there are different types of DNA polymerase. DNA polymerase 1, 2, 3, 4, 5, etc. A number of DNA polymerase are there. But out of these, the major important DNA polymerase enzyme for DNA replication is DNA polymerase 3. And the next is DNA polymerase 1. You have to remember these DNA polymerase 3 and 1. These two are major important DNA polymerases which are involved in DNA replication. ഇതിൽ രണ്ടിൽ തന്നെ DNA polymerase 3 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻസൈം. ഇനി ഈ DNA polymerase എൻസൈമിന് DNA replication നടത്താൻ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദിസ് DNA polymerase requires എ സ്മോൾ സ്ട്രെച്ച് ഓഫ് DNA. അതായത് നമ്മൾ പുതുതായി സിന്തസൈസ് ചെയ്യാൻ വേണ്ടി പോകുന്ന DNAയുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡാണിത്. ഓക്കെ, ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബേസ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. അതായത് അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് പുതിയൊരു DNA സ്റ്റാൻഡ് ഫോം ചെയ്യണമെങ്കിൽ ദിസ് DNA this is DNA polymerase enzyme. This DNA polymerase requires a small stretch of ന്യൂക്ലിയോടൈഡ്സ്. നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? പ്രൈമർ. അപ്പോൾ ആൾറെഡി ഇവിടെ ഒരു പ്രൈമർ ഉണ്ടായിരിക്കണം. ഓക്കെ, ആൾറെഡി ഇവിടെ ഒരു പ്രൈമർ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ ഒരു DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിന് ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള DNA ഇതിൽ നിന്നും പുതുതായിട്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ആൾറെഡി എക്സിസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു സെഗ്മെൻറ്റ് ഓഫ് DNA നമുക്ക് എന്ത് വിളിക്കാം? പ്രൈമർ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ദിസ് DNA പോളിമറൈസ് ഫസ്റ്റ് ഇറ്റ് റിക്വയേഴ്സ് എ പ്രൈമർ. ആ പ്രൈമർ എന്ന് പറയുമ്പോൾ അതൊരു സ്മോൾ സ്ട്രെച്ച് ഓഫ് DNA ആവാം, അല്ലെങ്കിൽ RNA ആവാം. യൂഷ്വലി DNA റെപ്ലിക്കേഷനൊക്കെ നടക്കുമ്പോൾ അതൊരു RNA സെഗ്മെൻ്റ് ആണ്. നമുക്കത് DNA റെപ്ലിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾസോ വൺ മോർ കണ്ടീഷൻ ഈസ് ദാറ്റ് ദിസ് പ്രൈമർ ഷുഡ് ഹാവ് എ ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, എ ഫ്രീ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതിൻ്റെ പൊളാരിറ്റി ഇത് 3' to 5' ആണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നത് 5' to 3' ആയിരിക്കണം. 3' എൻഡിൽ ഒരു ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും വേണം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിലൊരു DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എൻസൈം ഉണ്ട്. ഈ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എൻസൈമിന് പുതിയൊരു DNA സ്ട്രാൻഡ് ഫോം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓൾറെഡി ഒരു പ്രൈമർ ഉണ്ടായിരിക്കണം. ഈ പ്രൈമറിൻ്റെ 3' എൻഡിൽ ഒരു ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യും. ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് ബാക്കിയുള്ള DNA സെഗ്മെൻറ്റ്, ബാക്കി എത്ര ലെങ്തി ആയ DNA ആണെങ്കിലും ബാക്കിയുള്ള DNA കംപ്ലീറ്റ് ആർക്ക് സിന്തസൈസ് ചെയ്യാൻ കഴിയും? ഈ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസിന് സിന്തസൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെയായിരിക്കും DNA ഡിപ്പെൻഡൻറ്റ് നമ്മളിതിനെ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ന്യൂ സ്ട്രാൻഡ് ഓഫ് DNA ഫോം ചെയ്യുന്നത്? ഇത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും? ഈ മുകളിൽ കാണുന്ന, നിങ്ങൾക്കറിയാം മുകളിൽ കാണുന്ന DNA നമ്മൾ ജസ്റ്റ് ടെംപ്ലേറ്റ് എന്ന് വിളിക്കുന്നു. ഈ ടെംപ്ലേറ്റിൻ്റെ ബേസിലായിരിക്കും ഈ ന്യൂ സ്റ്റാൻഡ് ഓഫ് DNA ഫോം ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കയ്യിൽ അഡിനിലിക് ആസിഡ്, ഗ്വാനിലിക് ആസിഡ്, സൈറ്റിലിക് ആസിഡ് ഇങ്ങനെയൊക്കെയാണ് ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസ് എന്ന് വിചാരിക്കും. അപ്പോൾ പുതുതായി ഫോം ചെയ്യുന്ന ഈ DNAയുടെ ന്യൂക്ലിയോടൈഡ്സ് ഇതുമായിട്ട് കോംപ്ലിമെൻ്ററി ആയിരിക്കും. ഇവിടെ അഡിനിനാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നത് നിർബന്ധമായിട്ടും ആരായിരിക്കും? തൈമിഡിലിക് ആസിഡ് ആയിരിക്കും. ഇവിടെ ഗ്വാനിലിക് ആസിഡ് ആണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നത് സൈറ്റിഡിലിക് ആസിഡ് ആയിരിക്കും. ഇവിടെ ഗ്വാനിലിക് ആസിഡ് ആയിരിക്കും, അഡിനിലിക് ആസിഡ് ആയിരിക്കും, സൈറ്റിലിക് ആസിഡ് ആയിരിക്കും. ഇങ്ങനെ പരസ്പരം കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു ന്യൂ സ്റ്റാൻഡ് ഓഫ് DNA ആര് ഫോം ചെയ്യും? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എൻസൈം ഫോം ചെയ്യും. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി ഇവിടെ അതോടൊപ്പം നമുക്ക് പറയേണ്ടത്, നമ്മൾ പറഞ്ഞ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് 1 അതേപോലെ DNA പോളിമറൈസ് 3 ഈ 2 എൻസൈംസാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് വരുന്നത് DNA പോളിമറൈസ് 3 ആണ്. പക്ഷെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും, ഈ 2 DNA പോളിമറൈസ് എൻസൈമും പുതിയ ന്യൂ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത് ഓൾവേസ് ഇറ്റ് വിൽ ബി ഇൻ 5' to 3' ഡയറക്ഷൻ ആയിരിക്കും. അതായത് ന്യൂ സ്റ്റാൻഡ് ഓഫ് DNA, ടെംപ്ലേറ്റ് അല്ല, ന്യൂ സ്റ്റാൻഡ് ഓഫ് DNA വിൽ ബി ഓൾവേസ് ഇൻ 5' to 3' ഡയറക്ഷൻ. അപ്പോൾ ഈ പോയിന്റ് കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് ഈ ഒരു ഡയഗ്രത്തിൽ നമ്മളത് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ദിസ് സ്ട്രാൻഡ് ഈസ് ന്യൂ സ്ട്രാൻഡ്, ഈസൻറ്റ് ഇറ്റ്?
ഈ ന്യൂ സ്റ്റാൻഡിൻ്റെ പൊളാരിറ്റി നോക്കുകയാണെങ്കിൽ ഈ എൻഡ് നോക്കൂ, ഈ എൻഡിൽ 5' ആണ്. ഓഫ് കോഴ്സ് ഓപ്പോസിറ്റ് എൻഡിൽ 3' ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇതിന് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, DNA സിന്തസൈസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ്സ് എല്ലാം വെച്ച് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ആമിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഷോർട്ട് ആം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ABCD എന്ന് പറയുന്ന ഈ 4 കണ്ടീഷൻസിലും ഏതാണ് ഷോർട്ട് ആം ലോങ് ആം നമുക്ക് കണ്ടുപിടിക്കണം. അത് ഈ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. This is short arm. Okay, here this is long and this is short and this is short arm. This is long and this is short arm. This is long arm. ഇത് എല്ലാ ഓപ്ഷൻസിലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ഷോർട്ട് ആം ആയിരിക്കും. നമുക്കപ്പോൾ ഇവിടെ ഫസ്റ്റ് A എന്ന് പറയുന്ന കണ്ടീഷനിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. പഠിച്ചിട്ടുണ്ട് എപ്പോഴും DNA എന്ന് പറയുന്ന ഒരു പോളിമർ എടുക്കുകയാണെങ്കിൽ അതിനൊരു 5' എൻഡ് ഉണ്ടായിരിക്കും, 3' എൻഡ് ഉണ്ടായിരിക്കും. നോ ഡൗട്ട് ഓൾവേസ് 5' എൻഡിൽ ഫോസ്ഫേറ്റ് PO4 ഫോസ്ഫോറിക് ആസിഡിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, 3' എൻഡിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും. നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ നന്നായിട്ട് അല്ലെങ്കിൽ A എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യൂ. A എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് അറിയാമെങ്കിൽ ഫസ്റ്റ് A എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇവിടെ നോക്കൂ, ഇവിടെ 3' ഫോസ്ഫോറിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്. 3' ഫോസ്ഫോറിക് ആസിഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ തെറ്റാണ്. ഒരിക്കലും 3' എൻഡിൽ ഫോസ്ഫോറിക് ആസിഡ് വരില്ല. 3' എൻഡിൽ എപ്പോഴും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ A എന്ന് പറയുന്ന ഓപ്ഷൻ അതിലൊരിക്കലും DNA പോളിമറൈസേഷൻ നടക്കില്ല, അല്ലെങ്കിൽ അത് കൊടുത്തിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ തെറ്റാണ് നമുക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഒബ്സർവേഷൻ സ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു നെറ്റ് എക്സാമിൻ്റെ 3rd പാർട്ട് നമുക്ക് പല ക്വസ്റ്റ്യൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിയില്ലെങ്കിലും പക്ഷേ ഈസി ആയിട്ട് പല ഓപ്ഷൻസും നമുക്ക് ഇതേപോലെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ വെച്ച് തന്നെ നമുക്ക് ഇതേപോലെ പല ഓപ്ഷൻസും ഇതേപോലെ നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് രണ്ടാമത്തെ B എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വരാം. ഇവിടെ നോക്കൂ, B എന്ന് പറയുന്ന ഓപ്ഷനും തെറ്റാണ്. B എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷനും തെറ്റാണ്. കാരണം ഇവിടെ 5' എൻഡിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ടീഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് വരുന്നത്, പക്ഷേ അത് 5' എൻഡിലാണ്. 5' എൻഡിലല്ല വേണ്ടത്, 3' എൻഡിലാണ്. 5' എൻഡിൽ കമ്പൽസറിലി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് തന്നെ വേണം. ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ല മെൻഷൻ ചെയ്തിട്ടുള്ളത്, അതിന് പകരം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. 5' എൻഡിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ കേസും ഇതേപോലെ അവോയ്ഡ് ചെയ്യാം. ഇനി C എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 5' എൻഡിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അത് കറക്റ്റാണ്. 3' എൻഡിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെയും 3' എൻഡിൽ ഹൈഡ്രോക്സിൽ ഉണ്ട്, 5' എൻഡിൽ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ നമുക്കൊരിക്കലും ഈ ഒരു ഇവിടെ കാണുന്ന ഷോർട്ട് ആം നമുക്കറിയാം, ഇതാണ് ഷോർട്ട് ആം. ഈ ഷോർട്ട് ആമിനെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കൂ, ഈ 2 എൻഡും ഒരേ ലെവലിലാണ് വരുന്നത് അല്ലേ. ഇനി അതിൻ്റെ ലെങ്ത്തിൽ വേരിയേഷൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻഡാണ് ഈ സ്മോൾ സ്റ്റാൻഡിൻ്റെ ഈ ഒരു പോർഷനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. ഞാനതിനെ വേറൊരു പാർട്ടിലേക്ക് വരക്കാം. എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇങ്ങനെയായിരുന്നു. C എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിൽ കാണുന്ന സ്റ്റാൻഡ് ഷോർട്ട് ആമും അതേപോലെ താഴെ കാണുന്നതാണ് ലോങ് ആം. നമുക്കിവിടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ ആൾറെഡി മെൻഷൻ ചെയ്യുന്ന ഷോർട്ട് ആമാണ് നമുക്കിവിടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അതായത് ഷോർട്ട് ആമിലാണ് പോളിമറൈസേഷൻ നടത്തേണ്ടത്. അപ്പോൾ താഴെ കാണുന്ന ഈ ലോങ് ആം ആയിരിക്കും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ടെംപ്ലേറ്റ് ആയിട്ട് ലോങ് ആം ആയിട്ട് ആക്ട് ചെയ്യും. ഷോർട്ട് സ്റ്റാൻഡിനെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം. ഞാൻ ഈ ഒരു ഡയഗ്രാം, ഈ C എന്ന് പറയുന്ന ഓപ്ഷൻ, C എന്ന് പറയുന്ന കണ്ടീഷൻ ഞാൻ ഇവിടെ താഴെ നിന്ന് വരക്കാം. അതായത് മുകളിൽ കാണുന്ന പോർഷൻ ഷോർട്ട് ആമും താഴെ കാണുന്നത് ലോങ്. അപ്പോൾ ഈ ദിസ് ലോങ് ആം ക്യാൻ ആക്ട് ആസ് എ ടെംപ്ലേറ്റ്. ഇവിടെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഷോർട്ട് ആമിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഈ പോർഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയില്ല, കാരണം ഇവിടെ ടെംപ്ലേറ്റ് ഇല്ല. ദിസ് പോർഷൻ, ഈ പോർഷനിൽ നമുക്ക് ടെംപ്ലേറ്റ് ഇല്ല, അതുകൊണ്ട് ഈ പോർഷനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ സൈഡിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സൈഡിലേക്ക്, ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വരേണ്ട എൻസൈം ആരാണ്? നമുക്കറിയാം DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ് എൻസൈം.
ദിസ് DNA dependent DNA polymerase enzyme cannot perform DNA polymerization. ഒരിക്കലും ഇതിന് ഈ ഒരു പോർഷനിലേക്ക് DNA സിന്തസിസ് നടത്താൻ കഴിയില്ല. കാരണം DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എൻസൈമിന് പുതിയൊരു സ്ട്രാൻഡ്, ഇതാണ് നമ്മുടെ ന്യൂ സ്ട്രാൻഡ്, ഒരു ന്യൂ സ്ട്രാൻഡ് ഫോം ചെയ്യണമെങ്കിൽ അതിനൊരു ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള 3' എൻഡാണ് വേണ്ടത്. ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ പഠിച്ചത് ഈ പ്രൈമറിൻ്റെ ഈ എൻഡിൽ ആരാണ് വേണ്ടത്? 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നോക്കി നോക്കൂ, ഈ പ്രൈമറിൻ്റെ ഈ സൈഡിൽ കാണുന്നത് 5' ഫോസ്ഫോറിക് ആസിഡാണ്. ഈ 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലേക്ക് ഒരിക്കലും ഇതിന് പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, പക്ഷേ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയില്ല, കാരണം ഇവിടെ ടെംപ്ലേറ്റ് ഇല്ല. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ DNA പോളിമറൈസ് എൻസൈമിന് പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കാനുള്ള കണ്ടീഷനായ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈസ് ആബ്സെൻറ്റ്. ഇൻസ്റ്റഡ് ഇവിടെ കാണുന്നത് 5' ഫോസ്ഫോറിക് ആസിഡാണ്. ദിസ് 5' ഫോസ്ഫോറിക് ആസിഡ് കൊണ്ട് ഒരിക്കലും ഇതിന് പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യാൻ കഴിയില്ല. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സി എന്ന് പറയുന്ന ഓപ്ഷനിലും ഇതേപോലെ DNA റെപ്ലിക്കേഷൻ നടത്താൻ കഴിയില്ല. ഇനി നമുക്ക് ഡി എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കാം. ഈ ഡി എന്ന് പറയുന്ന കണ്ടീഷനിൽ താഴെ കാണുന്ന സ്ട്രാൻഡ് ലോങ്ങർ സ്ട്രാൻഡും അതേപോലെ മുകളിൽ കാണുന്നതാണ് ഷോർട്ട് ആമും. ഇതിൻ്റെ 5' എൻഡിൽ നമുക്കൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണാൻ കഴിയും. ഈ ഷോർട്ട് ആമിൻ്റെ 3' മറ്റൊരു 3' എൻഡിൽ ഇതിൻ്റെ 3' എൻഡിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഉണ്ട്. ഓപ്പോസിറ്റ് സ്റ്റാൻഡിലും 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, 5' ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ്. കണ്ടീഷൻസ് എല്ലാം കറക്റ്റാണ്. ഇതിൽ ഈസി ആയിട്ട് DNA പോളിമറൈസേഷൻ നടത്താൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. ഞാൻ ഇതിനെ ഒന്ന് സിമ്പിളായിട്ട് വരക്കാം. യൂസിങ് ദിസ് ലോങ് സ്ട്രാൻഡ് ആസ് എ ടെംപ്ലേറ്റ്. റിമെമ്പർ, എവറി ടൈം ലോങ് സ്ട്രാൻഡ് ക്യാൻ ആക്ട് ആസ് എ ടെംപ്ലേറ്റ്. ലോങ് സ്ട്രാൻഡ് ആണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സപ്പോസ് ഇവിടെയാണ് DNA പോളിമറൈസ് എൻസൈം വന്ന് അറ്റാച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനെ പ്രൈമറായി സങ്കല്പിക്കാം. ഈ ഒരു പോർഷനെ പ്രൈമറായി സങ്കല്പിക്കുകയാണെങ്കിൽ ഈ പ്രൈമറിന് ഈ ഒരു എൻഡിൽ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ നിന്നും പുതിയൊരു DNA സ്ട്രാൻഡ് ഫോം ചെയ്യാൻ പറ്റും. യൂസിങ് ദിസ് ലോങ് സ്ട്രാൻഡ് ആസ് എ ടെംപ്ലേറ്റ് എ ന്യൂ സ്ട്രാൻഡ് ഓഫ് DNA ക്യാൻ ബി സിന്തസൈസ്ഡ് യൂസിങ് ദിസ് DNA പോളിമറൈസ് എൻസൈം. ഇപ്പോൾ DNA പോളിമറൈസിന് 2 DNA പോളിമറൈസ് 1 ആണെങ്കിലും അതേപോലെ തന്നെ DNA പോളിമറൈസ് 3 രണ്ടിനും ഇതേപോലെ DNA ഈസി ആയിട്ട് ഈ സ്ട്രാൻഡിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഒരു ന്യൂ സ്ട്രാൻഡ് ഓഫ് DNA സിന്തസൈസ് ചെയ്യാൻ കഴിയും. ഇതാണ് നമ്മുടെ 4 കണ്ടീഷൻസ്. ഈ 4 കണ്ടീഷൻസ് അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസിലേക്ക് പോകാൻ. വിച്ച് വൺ ഓഫ് ദി ഇൻ്റർപ്രിട്ടേഷൻ റിട്ടൺ ബിലോ ഈസ് കറക്റ്റ്? ഫസ്റ്റ് ഓപ്ഷൻ, A will be extended by polymerase 3 but not by polymerase 1. This option 1 is wrong. എന്തായിരിക്കും കാരണം? ഈ എന്ന് പറയുന്ന കണ്ടീഷനിൽ DNA സ്ട്രാൻഡിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കിവിടെ 3' ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒരിക്കലും വരില്ല, നമ്മൾ ആൾറെഡി പറഞ്ഞിരുന്നു. ഈ 3' ഫോസ്ഫേറ്റ് വരാത്തത് കൊണ്ട് ഒരിക്കലും നമുക്ക് ഇവിടെ നിന്ന് DNA പോളിമറൈസ് 1 അതേപോലെ പോളിമറൈസ് 3 ഒരിക്കലും പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാൻ കഴിയില്ല. ബട്ട് ഓപ്ഷൻ 1 പറയുന്നത് A will be extended by DNA polymerase 3. So first option is wrong. Second one, neither B nor C will be extended by either polymerase 1 or polymerase 3. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, B എന്ന് പറയുന്ന കേസ് എടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ സി എന്ന് പറയുന്ന കേസ് എടുക്കുകയാണെങ്കിലും ഇവിടെ എല്ലാം ഓരോരോ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്തായിരുന്നു? ബി എന്ന് പറയുന്ന കണ്ടീഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈസ് ഗിവൺ അറ്റ് ദി 5' എൻഡ്. ഒരിക്കലും 5' എൻഡിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പോസിബിൾ അല്ല. അതുകൊണ്ട് ബി എന്ന് പറയുന്ന ഓപ്ഷനിലും DNA പോളിമറൈസേഷൻ നടത്താൻ പറ്റില്ല. പോളിമറൈസ് 1 അതേപോലെ തന്നെ പോളിമറൈസ് 3 രണ്ടിനും ഇതിനെ പോളിമറൈസേഷൻ നടത്താൻ കഴിയില്ല. ഇനി സി എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു, ന്യൂ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത് എപ്പോഴും 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നായിരിക്കും. ഇവിടെ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ല, ഇവിടെ ഫോസ്ഫോറിക് ആസിഡാണ്, 5' എൻഡാണ്. ഒരിക്കലും ഇവിടെ നിന്ന് നമുക്ക് പുതിയ സ്ട്രാൻഡ് കിട്ടില്ല. അതുകൊണ്ട് ഈ സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ്. നെയ്തർ ബി നോർ സി വിൽ ബി എക്സ്റ്റെൻഡഡ് ബൈ എയ്തർ പോളിമറൈസ് 1 ഓർ പോളിമറൈസ് 3. ഈ സി എന്ന് പറയുന്ന കേസ് ഞാൻ ആൾറെഡി മുൻപേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ പോർഷൻ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാം. ഇനി ഓപ്ഷൻ 3, സി വിൽ ബി എക്സ്റ്റെൻഡഡ് ബൈ ബോത്ത് പോളിമറൈസ് 1 ആൻഡ് പോളിമറൈസ് 3.
നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, സിയിൽ ഒരിക്കലും പോളിമറൈസേഷൻ നടത്താൻ പറ്റില്ല. അതിൻ്റെ റീസൺ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഓപ്ഷൻ 3 ഈസ് ഓൾസോ റോങ്. ഓപ്ഷൻ 4, ഡി വിൽ ബി എക്സ്റ്റെൻഡഡ് ബൈ പോളിമറൈസ് 1 ബട്ട് നോട്ട് ബൈ പോളിമറൈസ് 3. ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഇവിടെ DNA പോളിമറൈസേഷൻ നടത്താനുള്ള എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്. 2 എൻസൈമിനും ഇവിടെ DNA റെപ്ലിക്കേഷൻ നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്ന ഓപ്ഷനും റോങ് ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് 2. ഈ പറഞ്ഞ കൺസെപ്റ്റ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് താഴെ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വേറെ ഏരിയാസിൽ ഇതേപോലെ ഡിസ്കഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യനുമായി വേറൊരു വീഡിയോയിൽ കാണാം. If you like this video, please subscribe and enable the bell icon to get my upcoming videos.